ഹായ് ഓൾ അസ്സലാമലൈക്കും. എല്ലാവരും നോമ്പൊക്കെ തുറന്നില്ലേ? സുഖമായിരിക്കുന്നില്ലേ? അപ്പം അതുപോലെ ഇവിടെയും നോമ്പൊക്കെ തുറന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് വിശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുണ്ടായിരുന്നത് ഇന്ന് ചപ്പാത്തിയും മുട്ട പെരട്ടുമാണ് കേട്ടോ. ഇന്നലെ പുറത്ത് പോയ സമയത്ത് ഞാൻ വെജിറ്റബിൾ ബോണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ വീട്ടിലും നോമ്പ് തുറയ്ക്ക് അതാക്കാമെന്ന് വെച്ചിട്ടാണ്. കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് വേവിക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്കതൊന്ന് നല്ല മൂപ്പിക്കാൻ വെക്കാം. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതൊന്ന് പൊളിച്ച് നമുക്ക് ഉടച്ച് മാറ്റി വെക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലോട്ട് ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്ന ആ ഒരു കൂട്ടിലോട്ട് നമുക്ക് ഈ ഒരു കിഴങ്ങ് തട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കടലമാവാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് നമുക്ക് വെള്ളവും ഒഴിച്ച് കണക്കിനൊന്ന് കലക്കി വെക്കാം. അപ്പോൾ എന്നിട്ട് അത് കുറേശ്ശെ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഉരുളകളാക്കി നമുക്ക് എണ്ണയിലോട്ട് വറുത്ത് കോരിയെടുക്കാം. പക്ഷേ ചൂടോടുകൂടി കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ചൂടോടുകൂടി കഴിക്കാൻ പറ്റില്ലല്ലോ, എത്രയായാലും തണുത്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കുണ്ടായിരുന്നത് ജ്യൂസ് ഉണ്ടായിരുന്നു, ഹണി കേക്ക് ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഈത്തപ്പഴമൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അതൊന്നും എടുത്ത് വെച്ചാലും സത്യം പറഞ്ഞാൽ ചിലവാവില്ല, അത് കാരണം അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ. അപ്പോൾ എല്ലാവരും ഹാപ്പി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.